നമസ്കാരം. TCV പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുനിസിപ്പൽ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സർക്കാരിന്റെ 10 കോടി ചിലവഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ തുക നഷ്ടമാകുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. താനൂർ ചിറക്കൽ ഓട്ടോറിക്ഷ റോഡിലെ കൈവരിയിലിടിച്ചു. കുട്ടിയടക്കം 4 പേർക്ക് പരിക്ക്. ഓട്ടോയിലുണ്ടായിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ലീഗും പള്ളികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ലീഗ് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും മറ്റു പാർട്ടികളും പള്ളികൾ രാഷ്ട്രീയം പറയാൻ ഉപയോഗിച്ചാൽ എന്താവുമെന്നും മന്ത്രി. കയ്യേറിയ ഭൂമിയുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിച്ചിട്ട് മതി സമരമെന്നും ലീഗിനോട് മന്ത്രി അബ്ദുറഹ്മാൻ. ചെറിയമണ്ണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് ബാച്ച് മാറ്റിയതിൽ പ്രതിഷേധം. MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിൽ 3377 പേർക്ക് കോവിഡ്. മലപ്പുറത്ത് 142 പേർക്ക് രോഗബാധ. ജില്ലയിൽ ആകെ വാക്സിനേഷന്റെ എണ്ണം 1/2 കോടി പിന്നിട്ടു. വിശദമായ വാർത്തകളിലേക്ക്. മുനിസിപ്പൽ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സർക്കാരിന്റെ 10 കോടി ചിലവഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ തുക നഷ്ടമാകുമെന്നും കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. തെറ്റിദ്ധാരണ പരത്തരുത്. സർക്കാർ അനുവദിച്ച തുക ചെലവഴിക്കാതെ കോടികൾ കടമെടുത്ത് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നും മന്ത്രി പറഞ്ഞു. മന്ത്രി എന്നതിനപ്പുറം തിരൂർക്കാരൻ എന്ന നിലയിൽ നല്ലൊരു സ്റ്റേഡിയം വേണമെന്നാണ് ആഗ്രഹം. ആർക്കും ഗ്രൗണ്ട് വിട്ടുകൊടുക്കേണ്ട. അങ്ങനെ ആരോടും പറഞ്ഞിട്ടുമില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ തയ്യാറാവണമെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. നമ്മളൊരു സ്ഥാനത്ത് അല്ലെങ്കിൽ മന്ത്രി അല്ലെങ്കിൽ MLA ഒന്നൊന്നുമല്ല നമ്മൾ കാണുന്ന ഇത്. സംസാരിക്കുമ്പോൾ നമ്മളെ വേർഷൻ ഒരു തിരൂരിലുള്ള ഒരു വ്യക്തി എന്നുള്ളതിൽ നല്ലൊരു സ്റ്റേഡിയം വേണം. എത്രയോ കാലമായിട്ട് നമ്മൾ ശ്രമിക്കും. അതിനു മുമ്പ് സായിക്ക് വേണ്ടി നമ്മൾ ഡൽഹിയിൽ പോയി സായി സന്നദ്ധത അറിയിച്ചു വന്നു. അന്നും ഗ്രൗണ്ട് വിട്ടു കൊടുക്കണം എന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ ഇത് പറ്റില്ല എന്ന് പറഞ്ഞു. അന്നത്തെ ഭരണസമിതി അത് മാറ്റിവെച്ചു. ഇന്ന് ആർക്കും ഗ്രൗണ്ട് വിട്ടുകൊടുക്കണ്ട ആരും പറഞ്ഞിട്ടുമില്ല. അത് പലരും തെറ്റിദ്ധരിക്കുകയാണ്. ആ കാര്യത്തിൽ അവർ ക്ലാരിഫിക്കേഷൻ വരുത്തണം. ഇവിടെ എന്താ 10 കോടി രൂപ ഗവൺമെൻറ് കൊടുക്കുമ്പോൾ അവിടെ അതിൻ്റെ കൃത്യമായ മെയിൻ്റനൻസ് നടക്കണം. ഇന്നിപ്പോൾ ബഹുമാനപ്പെട്ട MLA ആയിരുന്ന മമ്മൂട്ടി പണം വെച്ചു ആ സംഗതി നടത്തി. ആ ഫ്ലഡ് ലൈറ്റ് ഇതുവരെ കത്തിക്കാൻ അല്ലെങ്കിൽ നന്നാക്കാൻ പറ്റിയിട്ടില്ല. കാരണം MLA കഴിയില്ല. MLA പൈസ കൊടുത്തു, ഗ്രൗണ്ട് ഉണ്ടാക്കി. അത് അദ്ദേഹത്തിന് വലിയ മനസ്സ്. പക്ഷേ അതിനുശേഷം കൃത്യമായ മെയിൻ്റനൻസ് ഇല്ല. ഗ്രൗണ്ട് ശ്രദ്ധിക്കാറില്ല. ടർഫ് ട്രാക്കുകൾ മുഴുവൻ ഇപ്പോൾ നശിച്ചുപോയി. നമ്മൾ പറയുന്നത് എന്താ, ഇതൊന്നും ഉണ്ടാവരുത്. ഗാലറി ഉണ്ടാക്കുമ്പോൾ 3-4 ഷോപ്പ് റൂമുകൾ ഈ പണം കൊണ്ട് ഉണ്ടാക്കിത്തരാം. അതിൻ്റെ പണം ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അത് വേറെ ചിലവഴിക്കാൻ പാടില്ല. അത് മെയിൻ്റനൻസ് വേണ്ടി നിങ്ങൾ മാറ്റി വെക്കണം. അത് തെറ്റൊന്നുമല്ലല്ലോ. 10 കോടിയാണ് സർക്കാർ നൽകുന്നത്. തെറ്റിദ്ധാരണകൾ മാറ്റി സഹകരിച്ചില്ലെങ്കിൽ ഈ പണം മാറ്റേണ്ടി വരും. അതല്ലാതെ കടമെടുത്ത് ചെയ്യാനാണ് തീരുമാനമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നും കഴിഞ്ഞ LDF കൗൺസിൽ നടത്താത്തത് അവരുടെ കുഴപ്പമെന്നുമാണ് മന്ത്രി പറഞ്ഞത്. തെറ്റിദ്ധാരണകൾ മാറ്റി ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഫെബ്രുവരിയോടുകൂടി പൈസ മാറ്റേണ്ടി വരും. വളരെ വേദനയോട് പറയണം. എക്സ്പെൻഡിച്ചർ ആക്കേണ്ട തുകയാണ്. ഈ തുക എക്സ്പെൻഡിച്ചർ ആക്കിയില്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ ആക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് മാറ്റേണ്ടി വരും. അപ്പോൾ ഇത് നഷ്ടമാകും. ഒരു നഗരസഭയ്ക്ക് 10 കോടി രൂപ ഒരു ചിലവുമില്ലാതെ സർക്കാർ കൊടുക്കുമ്പോൾ അത് ചിലവഴിക്കാൻ പറ്റാതെ നിങ്ങൾ 60 കോടി അല്ലെങ്കിൽ 100 കോടി രൂപ വായ്പ എടുത്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യും. നമുക്ക് ഗ്രൗണ്ട് മതി. നമ്മളത് ചെയ്യേണ്ടതെന്നൊന്നും പറയണില്ല. ഇവിടെ ചെയ്യേണ്ട എന്താ, തെറ്റിദ്ധാരണ പരത്തരുത്. ഈ ഒരു വാദം മാത്രമാണ് തെറ്റിദ്ധാരണ പരത്തരുത്. എനിക്കതേ പറയാനുള്ളൂ. അത് ഇതുമായി ബന്ധപ്പെട്ട് MLAയോട് സംസാരിച്ചാണ്. MLAക്ക് കാര്യങ്ങൾ ബോധ്യമായതാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞ ദിവസം നമ്മൾ നിയമസഭയ്ക്ക് ഉള്ളിൽ നിന്നും പുറത്തും വെച്ച് ചർച്ച നടത്തിയാണ്. നമുക്കത് നടപ്പിലാക്കണമെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന് നല്ല മനസ്സ്. അദ്ദേഹത്തിന് ഇത് നടത്തണമെന്നല്ല, ഞങ്ങൾക്കൊക്കെ നടത്തണം എന്നല്ല, ആരും ഇത് നടത്തേണ്ടെന്നല്ല. കഴിഞ്ഞ കൗൺസിൽ നടത്തില്ല അവരെ കുഴപ്പം. അത് ഇടതുപക്ഷമാകട്ടെ വലതുപക്ഷമാകട്ടെ. ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞു, സ്പോർട്സിൽ ഇടതും വലതൊന്നുമില്ല. ഒന്നേ സ്പോർട്സ്മാൻ സ്പിരിറ്റേ ഉള്ളൂ. വഖഫ് സ്വത്ത് സംരക്ഷിക്കാൻ സമരത്തിനിറങ്ങുന്ന ലീഗുകാർ ആദ്യം പിടിച്ചെടുത്ത ഭൂമി തിരിച്ചേൽപ്പിക്കട്ടെ എന്ന് മന്ത്രി അബ്ദുറഹ്മാൻ. വഖഫ് സ്വത്തുകൾ കൈയടക്കിയവർക്കെതിരെ നടപടിയുണ്ടാകും. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി പറഞ്ഞു. വഖഫ് സ്വത്തുക്കൾ സംരക്ഷിക്കാൻ ആഹ്വാനം ചെയ്ത് സമരത്തിനിറങ്ങുന്നവർ ആദ്യം ചെയ്യേണ്ടത് അവനവൻ വഖഫ് ഭൂമി കൈയേറിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിക്കാൻ നടപടിയെടുക്കുക എന്നുള്ളതാണ്. പലരായി അന്യായമായി കൈയടക്കി വെച്ചിട്ടുള്ള വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിക്കാൻ സംസ്ഥാന സർക്കാർ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ്. ഇക്കാര്യത്തിൽ യോജിച്ച നിലപാടുമായി മുന്നോട്ടു പോകണമെന്നും ആർക്കും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ വ്യക്തമാക്കി.
വഖഫ് സ്വത്ത് പിടിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയില്ല. ഈ പറയുന്ന അംഗങ്ങൾ ആരെങ്കിലും അതിൽ ഇൻവോൾവ് ആണെങ്കിൽ അവർക്കെതിരെ ക്രിമിനൽ നടപടി എടുക്കും. ഒരു സംശയവും വേണ്ട. ഈ കാര്യത്തിലും സർക്കാരിനൊരു പേടിയില്ല. ജനങ്ങളെ ആവശ്യപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നത്. ആദ്യം തിരിച്ചു പിടിക്കുക എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുക. അപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്താതിരിക്കുക. അതാണ് വേണ്ടത്. കാസർഗോഡ് ടാറ്റ പണി കഴിപ്പിച്ച കോവിഡ് ആശുപത്രി വഖഫ് ഭൂമിയിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. അന്ന് കാസർഗോഡ് മറ്റു സംവിധാനങ്ങളില്ലാതെ വന്നപ്പോഴാണ് വഖഫ് ഭൂമി വിട്ടു നൽകിയതും. വഖഫ് ഭൂമി പൊതുസ്വത്താണ്. അത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും അനുഭവിക്കാനുള്ളതാണെന്നും അതുകൊണ്ടാണ് അവിടെ ടാറ്റയ്ക്ക് ആശുപത്രി പണിയാൻ അനുവാദം നൽകിയതെന്നും മുതലാളിമാർക്ക് ലാഭമുണ്ടാക്കാനല്ലെന്നും മന്ത്രി വ്യക്തമാക്കി. എങ്ങനെയാണ് ടാറ്റയ്ക്ക് അവിടെ ഭൂമി അനുവദിച്ചത്? കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് യാതൊരു സൗകര്യങ്ങളുമില്ല. മംഗലാപുരത്തേക്ക് പോകുന്ന റോഡ് അടച്ചു. സംസ്ഥാനത്തിൻ്റെ ബോർഡർ അടച്ചു. അടിച്ച സമയത്ത് ഗവൺമെൻറ് അടിയന്തരമായ ഒരു തീരുമാനമെടുക്കും. പെട്ടെന്ന് കിട്ടുന്ന ഒരു ഭൂമി അതിൽ ഉണ്ടാക്കുക. ഈ വഖഫ് സ്വത്തുകൾ എന്ന് പറഞ്ഞാൽ പൊതുസ്വത്താണ്. അത് പൊതുജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അവിടെ ഏറ്റവും നല്ല കാര്യമാണ് ആ ചെയ്തത്. അതൊരു പോളിസീൻ്റെ ഭാഗം കൂടിയാണ്. കാരണം പൊതുസ്വത്തുക്കൾ സാധാരണക്കാരനും പാവപ്പെട്ടവനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ പാകപ്പെടുത്തിയെടുക്കുക, അതിന് ലീസ് കൊടുക്കുക. മുതലാളിമാർക്ക് പൈസ ഉണ്ടാക്കാനുള്ളതല്ല. ആശുപത്രി പൊളിച്ചു കളയണമെന്നത് ലീഗിന്റെ മുഴുവൻ നിലപാടാണോ അതോ ആ അംഗത്തിന്റെ മാത്രം നിലപാടാണോ എന്നത് നേതൃത്വമാണ് വ്യക്തമാക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ പറഞ്ഞ വ്യക്തി സ്വന്തമായി പിടിച്ചെടുത്ത ഭൂമി ഉണ്ടെങ്കിൽ അത് വിടാൻ ആദ്യം ഉള്ള നടപടികളെടുക്കുക. അതിലൊരു കാര്യം, ഈ പ്രസ്താവന എന്തായാലും സ്വാഗതം ചെയ്യണം. കട്ടെടുത്ത ഭൂമികളൊക്കെ അല്ലെങ്കിൽ കൈമാറിപ്പോയ ഭൂമികൾ വഖഫ് സ്വത്തുകൾ നമുക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ ആ ഹോസ്പിറ്റൽ അവിടെ നിന്ന് എടുത്തു കളയണമെന്നാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നെങ്കിൽ, ഇത് മുസ്ലിം ലീഗിൻ്റെ തീരുമാനമാണെങ്കിൽ അത് പറയാം. ഇത്രയും വലിയൊരു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ വന്നൊരു ഹോസ്പിറ്റൽ അവിടുന്ന് പൊളിച്ചു മാറ്റണമെന്നാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണോ സംസ്ഥാനത്തെ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമാണോ എന്ന് പറയാം. വഖഫ് സ്വത്ത് തിരിച്ചുപിടിക്കൽ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകും. ആരെങ്കിലും ഭൂമി പിടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയും ഉണ്ടാകും. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. താനൂർ ചിറക്കൽ ഓട്ടോറിക്ഷ റോഡരിയിലെ കൈവരിലിടിച്ച് കുട്ടിയടക്കം 2 പേർക്ക് പരിക്ക്. ഓട്ടോയിലുണ്ടായിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചിറമംഗലം ഭാഗത്തുനിന്ന് വരുന്ന ഓട്ടോറിക്ഷ റോഡിലെ കൈവരിൽ ഇടിച്ചാണ് അപകടമുണ്ടായത്. ഓട്ടോയിൽ 2 സ്ത്രീകളും ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. ഒരു സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കുള്ളത്. ഇവരെ അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് സ്ത്രീയെ കോട്ടക്കൽ ആശുപത്രിയിലേക്ക് മാറ്റി. അപകട സ്ഥലത്ത് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിൽ എത്തിച്ചത്. കുറ്റിപ്പുറം മിനി പമ്പയിലെ മല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപം ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്നു. ക്ഷേത്രത്തിന് സമീപം എടപ്പാൾ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സംഭവം. കുറ്റിപ്പുറം മിനി പമ്പയിലെ മല്ലൂർ ശിവക്ഷേത്രത്തിന് സമീപമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത്. ക്ഷേത്രത്തിന് സമീപം എടപ്പാൾ റോഡിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്നത്. വാഹനം തട്ടി തകർന്നതാകാമെന്നാണ് നാട്ടുകാർ പറയുന്നത്. എടപ്പാൾ, കുമ്പിടി, തൃശൂർ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന യാത്രക്കാർ ദുരിതത്തിലായി. കാത്തിരിപ്പ് കേന്ദ്രം ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണുള്ളത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുനർനിർമ്മിച്ച് യാത്രക്കാരുടെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CPIM ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. പ്രശസ്ത ചലച്ചിത്ര നടി ഗായത്രി ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള സിനിമകൾ സമൂഹത്തെ വളർച്ചയിലേക്ക് നയിക്കുമെന്നും ഗായത്രി അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള സിനിമകൾ സമൂഹത്തെ വളർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് പ്രശസ്ത ചലച്ചിത്ര നടി ഗായത്രി അഭിപ്രായപ്പെട്ടു. CPIM ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടിയുടെ ഭാഗമായി നടന്ന സിൻഡർ ലൈൻസ് ഫിലിം ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗായത്രി. വളരെ അഭിമാനത്തോടെ സന്തോഷത്തോടെയും എന്ന് പറയുന്നതിന് 2 കാര്യങ്ങളാണുള്ളത്. പലപ്പോഴും ഒക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യം, നമ്മുടെ നാട്ടില് ഒരു കമ്മ്യൂണിസ്റ്റുകാരി അവസാനം അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഞാനായിരിക്കും എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ പാർട്ടിയുടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഏത് പ്രവർത്തനത്തിൽ എത്തുമ്പോഴും അത് എൻ്റെ ഒരു വീട്ടിൽ, എൻ്റെ കുടുംബത്തിൽ, അല്ലെ ഞാൻ അത്യാവശ്യം ഇടപെടേണ്ടുന്നിടത്ത് നടക്കുന്ന ഒരു പ്രോഗ്രാം എന്നുള്ള നിലയിൽ തന്നെയാണ് അതിനെ കാണുന്നത്. രണ്ടാമത്, ഞാൻ എവിടെയാണോ തൊഴിലാളിയായിരിക്കുന്നത്, എൻ്റെ ഉപജീവന മാർഗം, എൻ്റെ തൊഴിൽ എവിടെയാണോ ആ തൊഴിൽ സംബന്ധമായ ഒരു മേഖലയെക്കുറിച്ച് നടക്കുന്ന വളരെ ക്രിയാത്മകമായ ആ സിനിമ ആസ്പിറൻ്റ് ആയിട്ടുള്ള ഒരുപാട് പേരിരിക്കുന്ന ഒരു വേദിയിലെ ഒരു സിനിമ ചർച്ച, ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഗായത്രി എന്നുള്ള വ്യക്തിയും ഗായത്രി എന്നുള്ള പ്രൊഫഷണലും ഒത്തുചേരുന്ന ഒരിടമായി മാറുന്നത്. അത് മലപ്പുറം പോലുള്ള ഒരു പ്രദേശത്ത്
മലപ്പുറംകാരെ കുറിച്ച് എനിക്കുള്ള ഒരു കാഴ്ചപ്പാട്, യെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യെസ് എന്നും, നോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നോ എന്നും കൃത്യമായി പറയുന്നവരാണ് എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളിങ്ങനെ ഒരു ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായ മാനങ്ങളും അർത്ഥങ്ങളും അതേ തരത്തിൽ കണ്ടിട്ടാണ് എന്നുള്ളതാണ് ഈ ഒരു വേദിയുടെ പൂർണ്ണത. VP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ചലച്ചിത്ര സംവിധായകൻ ഷാനവാസ് ബാവുക്കുട്ടി മുഖ്യാതിഥിയായി പങ്കെടുത്തു. കാഴ്ചയുടെ കാര്യത്തിൽ മലയാളികൾ നിരക്ഷരരാണ്. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും നമുക്ക് ചുറ്റുമുള്ള ജീവിതങ്ങൾ അറിയാൻ നാം സാക്ഷരരാകണമെന്നും ഷാനവാസ് ബാവുക്കുട്ടി പറഞ്ഞു. CPIM ജില്ലാ സെക്രട്ടറി അംഗം E. ജയൻ, ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് P. ഹംസക്കുട്ടി, തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈനുദ്ദീൻ, ഏരിയ കമ്മിറ്റി അംഗം PP. ലക്ഷ്മൺ എന്നിവർ സംസാരിച്ചു. VU മധു സ്വാഗതം പറഞ്ഞു. തുടർന്ന് നടന്ന സംവാദത്തിൽ പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് നടി ഗായത്രി, സംവിധായകൻ ഷാനവാസ് ബാവുക്കുട്ടി എന്നിവർ മറുപടി പറഞ്ഞു. തിരു സംഘം ഓഡിറ്റോറിയത്തിൽ നടന്ന ഫിലിം ഫെസ്റ്റിവലിൽ യങ് കോൾ മാർക്സ് മിൽസ് റെഡി, നൈബേഴ്സ്, ക്രൈം നമ്പർ 99, നൈറ്റ് ആൻഡ് ഫോക്ക് തുടങ്ങിയ ചലച്ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചു. ആക്ട് തിരൂരിന്റെ അധ്യക്ഷനും കായിക വകുപ്പ് മന്ത്രിയുമായ V. അബ്ദുറഹ്മാന് ആക്ട് തിരൂരിന്റെ നേതൃത്വത്തിൽ തിരൂർ പൗരാവലി ആദരമൊരുക്കി. ചടങ്ങ് കോട്ടക്കൽ ആയുർവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ P. മാധവൻകുട്ടി വാര്യർ ഉദ്ഘാടനം ചെയ്തു. ആക്ട് തിരൂരിന്റെ അധ്യക്ഷനും കായിക വകുപ്പ് മന്ത്രിയുമായ V. അബ്ദുറഹ്മാന് ആക്ട് തിരൂരിന്റെ നേതൃത്വത്തിൽ തിരൂർ പൗരാവലി ആദരിച്ചു. വാഗൺ രാജ് ടൗൺ ഹാളിൽ നടന്ന ആദരിക്കൽ ചടങ്ങ് കോട്ടക്കൽ ആയുർവേദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ P. മാധവൻകുട്ടി വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലത്തോളമായി തിരൂരിലെ സാംസ്കാരിക ജീവിതത്തിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ആക്ട്. വർഷങ്ങളായി ആക്ടിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ V. അബ്ദുറഹ്മാനാണ്. ജനപ്രതിനിധി എന്ന നിലയിലും സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിലും ഇത്തരം സംരംഭങ്ങൾക്ക് അദ്ദേഹം നൽകിക്കൊണ്ടിരിക്കുന്ന നേതൃത്വത്തിന് നമ്മുടെ നാട് ഒന്നടങ്കം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു. നഗരസഭ വൈസ് ചെയർമാൻ P. രാമൻകുട്ടി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. S. ത്യാഗരാജൻ മന്ത്രിയെ പൊന്നാട അണിയിച്ചു. കലയും സംസ്കാരവും ഒക്കെ ഒരു ജനതയ്ക്ക് വളരെ പ്രധാനപ്പെട്ടത് ആണ് എന്നുള്ളത് നമുക്ക് ബോധ്യമാവുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് നിരവധി മേഖലകളിൽ കലയും അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ മറ്റു ചില ശക്തികൾ മുന്നോട്ട് വരുന്നൊരു കാഴ്ച നമ്മൾ കാണുകയാണ്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ആക്ട് കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നത്. എല്ലാവരെയും ഒന്നിച്ചു നിർത്തിക്കൊണ്ട് തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിലെ കലാകാരന്മാരെ മുഴുവനും നമ്മൾ ആക്ടിൻ്റെ കൊടിക്കീഴിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മൾ നടത്തുന്ന നാടകമേളകൾ. ഈ ടൗൺ ഹാള് നിറഞ്ഞു കവിഞ്ഞ് ആളുകൾ വരുന്ന നാടകമേള നമുക്ക് വീണ്ടും ആരംഭിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തി വരികയാണ്. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അഡ്വക്കേറ്റ് S. ഗിരീഷ്, K. സലാം മാസ്റ്റർ, ആക്ട് ഭാരവാഹികളായ ജനാർദ്ദനൻ പേരാമ്പ്ര, മനോജ് ജോസ്, M. K. അനിൽകുമാർ, കരീം മേച്ചേരി എന്നിവർ സംസാരിച്ചു. J. രാജ്മോഹൻ സ്വാഗതം പറഞ്ഞു. തുടർന്ന് ഇർഫാൻ എറോത്ത്, ജാവേദ് അസ്ലം എന്നിവരുടെ നേതൃത്വത്തിൽ മെഹഫിൽ ഇ സമ സൂഫി സംഗീതം അരങ്ങേറി. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ലീഗും പള്ളികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്നും ലീഗ് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മന്ത്രി V. അബ്ദുറഹ്മാൻ. പള്ളികൾ പോലും രാഷ്ട്രീയം പറയാൻ ഉപയോഗിക്കാനാണ് ലീഗ് ശ്രമിക്കുന്നത്. നാളെ മറ്റു പാർട്ടികളും ഇതിന് ശ്രമിച്ചാൽ എന്താവുമെന്ന് മന്ത്രി ചോദിച്ചു. വഖഫ് ഭൂമി കയ്യേറിയ ലീഗുകാർ തന്നെയാണ് വഖഫ് സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. മുസ്ലിങ്ങളെല്ലാം ലീഗുകാരല്ലെന്നും ചെറിയൊരു ശതമാനം മാത്രമാണ് ലീഗിന്റെ കൂടെയുള്ളതെന്നും മന്ത്രി പറഞ്ഞു. ലീഗും ഈ മുസ്ലിം പള്ളികളും തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഒരു ബന്ധവുമില്ല. പള്ളിയിൽ വരുന്നൊക്കെ ലീഗാണോ? അത് തെറ്റായിട്ടൊരു ധാരണയാണ്.
പിന്നെ ജമാഅത്ത് അൽ ഇസ്ലാമി പോലുള്ള സംഘടനകൾ വഖഫിൽ അവിടെ സ്വത്ത് ഏതാ ഉള്ളത്? അവരെ ജമാഅത്ത് ഇസ്ലാമിയിലെ ബന്ധപ്പെട്ട ഏതെങ്കിലും സ്വത്തുവകകൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള അതിൽ പങ്കെടുത്ത ബാക്കി ആളുകളുടെ ഏത് പ്രോപ്പർട്ടിയാണ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വഖഫിൽ? പിന്നെ വഖഫ് ബോർഡിൻ്റെ അവകാശവാദം അല്ലെങ്കിൽ ഇത്തരം രീതിയിൽ മുസ്ലിം ലീഗ് പുറത്ത് ഇത്ര പ്രചരിപ്പിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. അത് തെറ്റായ ഒരു പ്രവണതയാണ്. ഞാൻ കടന്നൊന്നും പറയുന്നില്ല. ഞാൻ വളരെ പഠൻ ലിഗ്ന അഭിയാൻ പദ്ധതി സംസ്ഥാനത്ത് മാതൃകാപരമായി നടപ്പാക്കുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. പദ്ധതിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്താനുള്ള സർവേയുടെ ജില്ലാതല ഉദ്ഘാടനം താനാളൂർ മഞ്ചാടിക്കുന്നിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2009 ശേഷം കേരളത്തിന് ലഭിക്കുന്ന ആദ്യ കേന്ദ്ര സർക്കാർ സാക്ഷരതാ പദ്ധതിയാണിത്. സമ്പൂർണ്ണ നിരക്ഷരതാ നിർമ്മാർജ്ജനം ലക്ഷ്യം വെച്ച് സംസ്ഥാന സാക്ഷരതാ മിഷൻ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത സാക്ഷരതാ പദ്ധതി പഠന ലിഗ്ന അഭിയാൻ പദ്ധതി 1ാം ഘട്ട സാക്ഷരതാ പ്രവർത്തനം നടപ്പാക്കിയ പോലെ മാതൃകാപരമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പദ്ധതിയുടെ ജില്ലാതല സർവേ താനാളൂർ ഗ്രാമപഞ്ചായത്തിലെ മഞ്ചാടിക്കുന്ന് കോളനിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ ആ പദ്ധതികളെ സാക്ഷരതാ മിഷന്റെ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയും പിന്നെ തുടർ വിദ്യാഭ്യാസ പദ്ധതി നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കേരളത്തിന് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ +2 വരെ ആ പഠനം നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോയ നിരവധി ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒന്നിച്ചിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ സാക്ഷരതാ മിഷനിൽ കൂടെ അക്ഷരം അഭ്യസിച്ച നിരവധി ആളുകളുണ്ട്, പ്രായമായവരുണ്ട്. അവരുടെയൊക്കെ ഒരു സന്തോഷം വന്ന് നമ്മൾ കണ്ടതാണ്. കോളനിയിലെ മാട്ടുമൽ ഹംസയെ പഠിതാവായി ചേർത്തുകൊണ്ടാണ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. 5 ജില്ലകളിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2021 ഡിസംബർ 20 തുടങ്ങി 2022 മാർച്ച് 31 അവസാനിക്കും വിധമാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ താനാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുൾ റസാഖ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ കെ വി സിനി, പി സതീശൻ മാസ്റ്റർ, അംഗങ്ങളായ ഷബീർ കുഴിക്കാട്ടിൽ, സുലൈമാൻ ചാത്തിരി, സെക്രട്ടറി ടി രാംജിലാൽ, സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി അബ്ദുൾ റഷീദ്, അസിസ്റ്റന്റ് കോർഡിനേറ്റർ എം മുഹമ്മദ് ബഷീർ, മലപ്പുറം ഡയറ്റ് ലെക്ചർ എസ് ബിന്ദു, സാക്ഷരതാ സമിതി അംഗം മുജീബ് താനാളൂർ, പ്രേരക് എ വി ജലജ തുടങ്ങിയവർ സംസാരിച്ചു. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ബാങ്കുകൾ പണിമുടക്കുന്നു. ATM അടക്കമുള്ള ബാങ്കിംഗ് സേവനങ്ങൾ തടസ്സപ്പെട്ടേക്കുമെന്നാണ് സൂചന. കൂടുതൽ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കം. കൂടുതൽ പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ബാങ്ക് ഓഫീസേഴ്സ് കോൺഫെഡറേഷനാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. ഈ മാസം 16, 17 തീയതികളിൽ ബാങ്കുകൾ അടഞ്ഞുകിടക്കുമെന്ന് കോൺഫെഡറേഷൻ അറിയിച്ചു. ATM അടക്കമുള്ള ബാങ്കിംഗ് സേവനങ്ങളെ പണിമുടക്ക് ദോഷകരമായി ബാധിക്കുമെന്നാണ് സൂചന. അതേസമയം പണിമുടക്ക് പിൻവലിക്കാൻ ബാങ്കിംഗ് യൂണിയനുകളോട് കേന്ദ്ര പൊതുമേഖലാ ബാങ്കുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുമേഖലാ ബാങ്കുകൾ സ്വകാര്യവൽക്കരിക്കുന്നത് രാജ്യത്തെ മുൻഗണനാ മേഖലകളുടെ പുരോഗതി തടസ്സപ്പെടുത്തുമെന്നും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിലും സ്വയം സഹായ സംഘങ്ങളിലുമൊക്കെയുള്ള വായ്പാ വിതരണം കുറയാൻ ഇടയാക്കുമെന്നുമാണ് സംഘടനയുടെ വാദം. നിർദ്ദിഷ്ട പൊതുമേഖലാ ബാങ്ക് സ്വകാര്യവൽക്കരണത്തിനെതിരെ യുണൈറ്റഡ് ഫോറം ഓഫ് ബാങ്ക് യൂണിയൻസിന് കീഴിലുള്ള എല്ലാ സംഘടനകളും പണിമുടക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനം സംബന്ധിച്ച ബിൽ ശീതകാല സമ്മേളനത്തിൽ പരിഗണനയ്ക്ക് വരാനിരിക്കെയാണ് ബാങ്കിംഗ് സംഘടനകളുടെ പണിമുടക്കെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഇടപാടുകാരുടെയും നിക്ഷേപകരുടെയും താൽപര്യങ്ങൾ മുൻനിർത്തി പണിമുടക്കിൽ നിന്ന് വിട്ടുനിൽക്കാൻ SBI, പഞ്ചാബ് നാഷണൽ ബാങ്ക് തുടങ്ങിയ പൊതുമേഖലാ ബാങ്കുകൾ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ 2 ദിവസത്തെ ബാങ്കിംഗ് പണിമുടക്ക് വലിയ അസൗകര്യമുണ്ടാക്കുമെന്നാണ് രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBIയുടെ നിലപാട്. പണിമുടക്കുണ്ടെങ്കിലും ശാഖകൾ സാധാരണ പ്രവർത്തന ദിവസം പോലെ പ്രാവർത്തികമാക്കാൻ ക്രമീകരണം ചെയ്യുമെന്നാണ് ചില ബാങ്കുകളുടെ നിലപാട്. ISM മുഖപത്രമായ ഷബാബ് വാരികയുടെ തിരൂർ മണ്ഡലം പ്രചരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം വി കെ എം ഷാഫി ഉദ്ഘാടനം ചെയ്തു. ISM മണ്ഡലം സെക്രട്ടറി MK മുനീർ ചമ്പ്ര, VP ജലീൽ തിരൂർ, യാസിർ ചേന്ദ്ര, നെർമൂർ പഞ്ചായത്ത് അംഗം കുഞ്ഞിപ്പ ചാരത്ത്, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ CMP അൻഷാദ്, CM റഷാദ്, യാസിർ അർഫാത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിൽ വളരെ പ്രചാരമുള്ള, വിശിഷ്യ യുവാക്കൾക്കിടയിൽ നല്ല പ്രചാരമുള്ള ഷബാബ് വാരികയുടെ പ്രചരണാർത്ഥം ഇന്ന് കേരളമാകെ ഷബാബ് ഡേ ആയി ആചരിക്കുകയാണ്. തീർച്ചയായും പുതിയ തലമുറയിലെ എന്ന് മാത്രമല്ല, വർത്തമാന സാഹചര്യത്തിൽ എല്ലാ മതവിഭാഗക്കാരും, കേരളത്തിൽ ജീവിക്കുന്ന എല്ലാ മതേതര വിശ്വാസികളും മതവിശ്വാസികളും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വാരികയാണ് ഷബാബ് വാരിക. ഒരു ഇടവേള.
വാർത്തകൾ തുടർന്നു. ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് ബാച്ച് മാറ്റിയതിൽ പ്രതിഷേധം. MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് ലീഗ് മണ്ഡലം ട്രഷറർ സി നൌഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് പ്രധാനാധ്യാപികയ്ക്ക് നിവേദനം നൽകി. ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് ബാച്ച് മാറ്റിയതിൽ പ്രതിഷേധിച്ചാണ് MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തിയത്. അറുപതോളം വിദ്യാർത്ഥികൾ നിലവിൽ അഡ്മിഷൻ എടുത്ത് അധ്യയനം ആരംഭിച്ച കൊമേഴ്സ് ബാച്ചിനെയാണ് സർക്കാർ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും മറ്റൊരു വിദ്യാലയത്തിലേക്ക് മാറ്റിയത്. നിലവിൽ ചെറിയമുണ്ടത്ത് 400-ൽ പരം വിദ്യാർത്ഥികൾക്ക് തുടർ പഠനത്തിന് അവസരമില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ സ്കൂൾ മാനേജ്മെന്റ് അധിക ബാച്ച് ആവശ്യപ്പെട്ടിരുന്ന ഈ സാഹചര്യത്തിലാണ് നിലവിലുള്ള ബാച്ചും എടുത്തു കളയുന്ന നിലപാട് സ്വീകരിച്ചതെന്ന് സമരക്കാർ ആരോപിച്ചു. വിദ്യാഭ്യാസം തുടങ്ങിയിട്ടുള്ള ക്ലാസുകൾ തുടങ്ങിയിട്ടുള്ള 60ഓളം വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കുന്ന സർക്കാരിന്റെ ഈ തലതിരിഞ്ഞ സമീപനത്തിനെതിരെ, വിദ്യാഭ്യാസ വകുപ്പിന്റെ ഈ ഒരു വിദ്യാർത്ഥി ദ്രോഹ നടപടിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ പ്രദേശത്തിന്റെ രാഷ്ട്രീയമായിട്ടും ഈ പൊതുജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഒരു വിദ്യാർത്ഥികൾ നേരിടുന്ന അനീതിക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിന് മുസ്ലിം യൂത്ത് ലീഗ് ഉണ്ടാവും. പെട്ടെന്ന് സംഭവിച്ചിരിക്കുന്നത് ചെറിയമുണ്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അതിന്റെ മാനേജ്മെന്റും പുതുതായിട്ട് ബാച്ചിന് വേണ്ടിയിട്ട് സർക്കാരിലേക്ക് അപേക്ഷ വെച്ചപ്പോൾ നിലവിലുള്ള ബാച്ച് കൂടെ എടുത്തു കളയുന്ന ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതിനെതിരെയാണ് ഇന്ന് MSF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രിൻസിപ്പാളുടെ ഓഫീസിലേക്ക് സമരവുമായിട്ട് വന്നിട്ടുള്ളത്. മണ്ഡലം യൂത്ത് ലീഗ് ട്രഷറർ നൌഷാദ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ചെറുവണ്ണ പഞ്ചായത്ത് MSF പ്രസിഡന്റ് അസ്ലം വാണിന്നൂർ അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് യൂത്ത് ലീഗ് പ്രസിഡന്റ് സൽമാൻ പറപ്പൂത്തടം, പഞ്ചായത്ത് MSF ജനറൽ സെക്രട്ടറി ആഫീസ് ഇടക്കൻകാട്ടിൽ എന്നിവർ സംസാരിച്ചു. PC ആബിദ് റഹ്മാൻ, സമീർ ചുടലപ്പുറം, ഷുഹൈബ് ആജിബസാർ, സിനാൻ, ഇർഷാദ്, ഇൻസാം, ആബിദ്, ആഷിഖ്, മുഷ്രീഫ്, ജിയാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. അലർജിക്ക് കുത്തിവെപ്പെടുത്തതിനെ തുടർന്ന് മരിച്ച അസ്നയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വൈകുന്നു. രാസപരിശോധനാ ഫലവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വൈകുന്നതിനെതിരെ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് 18 ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അലർജിക്ക് കുത്തിവെപ്പെടുത്തതിനെ തുടർന്ന് മരിച്ച അസ്നയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും രാസപരിശോധനാ ഫലവും വൈകുന്നുവെന്നാരോപിച്ചാണ് ആശുപത്രിയിലേക്ക് ബഹുജന മാർച്ച് നടത്താൻ ആക്ഷൻ കമ്മിറ്റി തീരുമാനിച്ചത്. യുവതിയുടെ മരണത്തിൽ സമഗ്രാന്വേഷണം ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റി സമരത്തിലേക്ക് നീങ്ങുന്നത്. അസ്ന മരിച്ച് 20 ദിവസം പിന്നിട്ടിട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ആന്തരികാവയവങ്ങളുടെ പരിശോധനാ ഫലവും ലഭിച്ചിട്ടില്ലെന്നും ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ ആരോപിച്ചു. വാക്സിൻ എടുത്തത് മുതൽ 27 വരെ കുട്ടിയുടെ മരണത്തിന്റെ ഇടയിലുള്ള മരണത്തിനുണ്ടായിട്ടുള്ള വെന്റിലേറ്റർ സൗകര്യം ഉള്ള മെഡിക്കൽ കോളേജാണ്. അതുണ്ടായിട്ടും ഇവിടെ വെന്റിലേറ്റർ സൗകര്യം അതിന് ആവശ്യമായ സംവിധാനങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്ന് പറയുകയും മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നത് ഒട്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. യുവതിയുടെ മരണത്തിനിടയാക്കിയ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിസംബർ 18-ന് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പോലീസ് അന്വേഷണം ത്വരിതപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും യുവതിയുടെ ഭർത്താവും ആക്ഷൻ കമ്മിറ്റിയും പരാതി നൽകിയിട്ടുമുണ്ട്. നാളെ ഒരു കുട്ടിക്കും ഒരു കുടുംബത്തിനും അത്തരത്തിലേക്കുള്ള ഒരു ദാരുണമായ സ്ഥിതി ഉണ്ടാവരുത്. മേലിൽ ഇത്തരം പ്രവർത്തികൾ, ഇത്തരം ഗുരുതരമായ വീഴ്ചകൾ വരാതിരിക്കുന്നതിന് വേണ്ടി അതിന് ഭാഗമാക്കായിട്ടുള്ളതാരോ അവർക്കൊക്കെ എതിരായിട്ടുള്ള ശക്തമായ നടപടി ഉണ്ടാകണം എന്നുമാണ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി പറയാൻ. ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പ്രാഥമികമായ അന്വേഷണം എന്ന രീതിയിലേക്കാണ് നടത്തുന്നത്. കുറ്റിപ്പുറം കാങ്കപ്പുഴക്കടവ് സ്വദേശി തോണിക്കടവത്ത് സബാഹിന്റെ ഭാര്യ PV അസ്നയാണ് 20 ദിവസം മുൻപ് മരിച്ചത്. അലർജിക്ക് കുത്തിവെപ്പെടുത്ത അസ്ന രോഗം മൂർച്ഛിക്കുകയും തുടർന്ന് ചികിത്സയിലിരിക്കെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണപ്പെടുകയുമായിരുന്നു. മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരിൽ വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചു. തിരൂർ മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തിരൂരിൽ വഖഫ് സംരക്ഷണ സംഗമം സംഘടിപ്പിച്ചത്. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വഖഫ് ബോർഡ് നിയമനം, ഉദ്യോഗസ്ഥ നിയമനം PSCക്ക് വിടുന്നുള്ള കാരണത്തിൽ ആദ്യമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമത എന്ന് പറഞ്ഞ ഒന്നാണ്. ഈ കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാരുള്ളത് കൊണ്ടാണ്, അതേപോലെ കാര്യക്ഷമതയുള്ള ബോർഡ് മെമ്പർമാർ ഉള്ളത് കൊണ്ടാണ് വഖഫ് ബോർഡിൻ്റെ വരുമാനം 45 ലക്ഷം രൂപയിൽ നിന്ന് 5 വർഷം കൊണ്ട് 12 കോടി രൂപയായി വർദ്ധിപ്പിച്ചത്. ഈ കാര്യക്ഷമത അളക്കുന്ന ആ അളവുകോലിൻ്റെ മാനദണ്ഡം ഒന്ന് വ്യക്തമാക്കണം. യഥാർത്ഥത്തിൽ
കഴിവുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഇരിക്കുന്നത്. വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥന്മാർ മുഴുവനായിട്ടും മുസ്ലിങ്ങളായിട്ടുള്ള വിശ്വാസികൾക്കാണ് അതിൻ്റെ അവകാശികൾ, അല്ലെങ്കിൽ അതിൽ ജോലി കിട്ടേണ്ട അർഹതപ്പെട്ട ആളുകൾ. അപ്പം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾക്ക് കിട്ടേണ്ട ഒരു പൊസിഷനാണ്, സ്ഥാനമാണ് വഖഫ് ബോർഡിലെ ജോലി. അത് മുസ്ലിങ്ങൾക്ക് തന്നെ നിയമിച്ചുകൊണ്ട് അത് PSCക്ക് വിടാതെ നിലവിലുള്ള സ്റ്റാറ്റസ് കോ നിലനിർത്തണം. ഇപ്പോൾ വഖഫ് ബോർഡിലെ നിയമനം നടക്കുന്നത് എന്താണോ, ഏത് രീതിയിലാണോ ആ നിയമനം തന്നെ തുടർന്ന്, അല്ലെങ്കിൽ ബോർഡിന് വേണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് ഇൻ്റർവ്യൂ നടത്തി നിയമിക്കാം. അതല്ലാതെ PSCക്ക് വിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തോടും യോജിക്കാൻ കഴിയുകയില്ല. കെ ഇബ്രാഹിം ഹാജി അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഹുസൈൻ മടവൂർ, ഹക്കീം ഫൈസി ആദർശ്ശേരി, ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, MT മനാഫ് മാസ്റ്റർ, ഡോക്ടർ റാഫി ചമ്ര, VK ഫൈസൽ ബാബു, വെട്ടം ആലിക്കോയ, PKK തങ്ങൾ, VP ഉമ്മർ തുടങ്ങിയവർ പ്രസംഗിച്ചു. രണ്ടാം വാർഷികത്തിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി കൈനിറയെ സമ്മാനങ്ങൾ ഒരുക്കി മിലൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണ്ണ സമ്മാനങ്ങളും വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജും ഒരുക്കിയിട്ടുണ്ട്. ആദ്യ സമ്മാന കൂപ്പന്റെ വിതരണോദ്ഘാടനം മാനേജിംഗ് ഡയറക്ടർ കുഞ്ഞിപ്പ ഹാജി ആലത്തിയൂർ രമേശ് മംഗലത്തിന് നൽകി നിർവഹിച്ചു. മിലൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഉപഭോക്താക്കൾക്കായി ഒട്ടേറെ സമ്മാനങ്ങൾ ഒരുക്കിയത്. കൈനിറയെ സ്വർണ്ണ സമ്മാനങ്ങൾ ആഴ്ചതോറും നറുക്കെടുപ്പിലെ വിജയികൾക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി നൽകുന്നുണ്ട്. കൂടാതെ മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി റോയൽ എൻഫീൽഡ് ബുള്ളറ്റാണ് നൽകുന്നത്. രണ്ടാം സമ്മാനമായി 1 പവൻ സ്വർണവും മൂന്നാം സമ്മാനമായി അരപ്പവൻ വീതം 2 പേർക്കും നൽകും. സമ്മാനങ്ങൾക്ക് പുറമെ വിവാഹ പാർട്ടികൾക്ക് പ്രത്യേക പാക്കേജും 50% മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും മിലൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമുകൾ ഒരുക്കിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, മിലൻ ഗോൾഡിൻ്റെ രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് വലിയ ഓഫറുകളുമായിട്ടാണ് മിലൻ ഗോൾഡ് വന്നിട്ടുള്ളത്. കൊറോണ സമയത്തും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ പിടിച്ചു നിന്ന് ഈ സ്ഥാപനത്തെ നെഞ്ചിലേറ്റിയ ജനങ്ങളോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. ഇവിടെ മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് മിലനെ വ്യത്യസ്തമാക്കുന്നത് ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത് തന്നെ ആഭരണങ്ങളുടെ പണിക്കൂലി 3% മാത്രമാണ് കസ്റ്റമേഴ്സിൽ നിന്ന് ഞങ്ങൾ ഈടാക്കിയിരുന്നത്. തുടർന്ന് ഈ മെഗാ ഓഫറിനോട് കൂടെ 2.99 ആയിട്ട് അത് കുറച്ച് വരും. നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഈ സമയം വരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാ ജനങ്ങൾക്കും ഞങ്ങളുടെ കടപ്പാടുകൾ അറിയിക്കുന്നു. ആദ്യ സമ്മാന കൂപ്പൺ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ രമേശ് മംഗലം ഏറ്റുവാങ്ങി. ഒരു മെഗാ ഓഫറുമായിട്ടാണ് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് മിലൻ ഗോൾഡ് ഇറങ്ങി വന്നിട്ടുള്ളത്. ഒന്നാം പ്രൈസ് ബുള്ളറ്റാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ സെക്കൻഡ് പ്രൈസ് 1 പവൻ്റെ കോയിൻസ്, അതുപോലെ തേർഡ് പ്രൈസ് 2 പേർക്ക് അരപ്പവൻ വീതവും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ഓരോ ആഴ്ചയിലും നറുക്കെടുപ്പിലൂടെ കിട്ടുന്ന ഒരു വിന്നർക്ക് 1 കോയിൻസ് വീതം കൊടുക്കാനുമാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. നമ്മളോട് ഇതുവരെ സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനോടും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. മാനേജിംഗ് ഡയറക്ടർ കുഞ്ഞിപ്പ ഹാജി, ഷോറൂം മാനേജർ CP ജലീൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ MH ഷാഹിദ്, ബാവ ആലിങ്ങൽ, ഷെയർ ഹോൾഡർ ഷാഹിർ ആലത്തിയൂർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. മാങ്ങാട്ടിരി പൂക്കൈത തലക്കാട് കാവ് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകോവിലിന്റെ കട്ടിലവെപ്പ് നടന്നു. കുന്നപ്പള്ളി മുത്തേടത്ത് ധനേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മാങ്ങാട്ടിരി പൂക്കൈതിലെ തലക്കാട് കാവിൽ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ ക്ഷേത്ര ശ്രീകോവിലിന്റെ കട്ടിലവെപ്പ് കർമ്മം നടന്നു. കുന്നപ്പള്ളി മുത്തേടത്ത് ധനേഷ് നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. ക്ഷേത്ര ഊരാളനായ കൊടിയേരിമനക്കൽ നീലകണ്ഠൻ നമ്പൂതിരി, തിരൂർ ദിനേശ്, ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര ഭവനിൽ നടന്നു. KSBA ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞാപ്പു വളാഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. കേരള സ്റ്റേറ്റ് ബാർബർ ബ്യൂട്ടീഷ്യൻ
താനൂർ ബ്ലോക്ക് സമ്മേളനം താനൂർ വ്യാപാര ഭവനിൽ നടന്നു. കൂനൂരിലുണ്ടായ ഹെലികോപ്റ്റർ അപകടത്തിൽ മരണമടഞ്ഞ സൈനികർക്ക് അനുശോചനം രേഖപ്പെടുത്തി. അബ്ദുൽ സലീം അധ്യക്ഷനായിരുന്നു. KSBA ജില്ലാ ജോയിന്റ് സെക്രട്ടറി കുഞ്ഞാപ്പു വളാഞ്ചേരി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മധു താനൂർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് അക്ബർ, റസാഖ് കുറ്റിപ്പുറം, മുസ്തഫ, അബ്ദുള്ളക്കുട്ടി, ഷാഫി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി മുഹമ്മദ് സലീമിനെയും സെക്രട്ടറിയായി നജ്മുദ്ദീനെയും ട്രഷററായി മുഹമ്മദിനെയും തെരഞ്ഞെടുത്തു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. കേരളത്തിൽ 3377 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 64,350 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ആകെ മരണസംഖ്യ 43,344. മലപ്പുറം ജില്ലയിൽ 142 പേർക്ക് രോഗം ബാധിച്ചു. ജില്ലയിൽ ആകെ വാക്സിനേഷന്റെ എണ്ണം 1/2 കോടി പിന്നിട്ടു. കേരളത്തിൽ 3377 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 580 രോഗികളുള്ള എറണാകുളം ജില്ലയാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ. 58 രോഗികളുള്ള കാസർഗോഡാണ് രോഗബാധിതരുടെ എണ്ണത്തിൽ ഏറ്റവും പിന്നിലുള്ളത്. 24 മണിക്കൂറിനിടെ 64,350 സാമ്പിളുകൾ പരിശോധിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 1,53,474 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 1,49,245 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിലാണ്. 4,229 പേർ ആശുപത്രികളിലുമുണ്ട്. 213 പേരെ പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പുതിയ 28 മരണങ്ങളും 146 അപ്പീൽ മരണങ്ങളുമടക്കം ആകെ മരണസംഖ്യ 43,344 അതേസമയം മലപ്പുറം ജില്ലയിൽ ചൊവ്വാഴ്ച 142 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക അറിയിച്ചു. 2.33% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. ആകെ 6,099 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 138 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 4 പേരുടെ വൈറസ് ഉറവിടം വ്യക്തമല്ല. അതേസമയം ജില്ലയിൽ ഇതുവരെ 50,20,160 ഡോസ് കോവിഡ് പ്രതിരോധ വാക്സിൻ നൽകിയിട്ടുണ്ട്. 30,72,066 പേർക്ക് 1ാം ഡോസും 19,48,094 പേർക്ക് 2ാം ഡോസ് വാക്സിനുമാണ് നൽകിയത്. താനൂർ ഗ്രാമപഞ്ചായത്ത് ജനകീയാരോഗ്യ ലോഗോ പ്രകാശനം കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. താനൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമഗ്ര ജനകീയാരോഗ്യം പരിപാടിയുടെ ലോഗോ പ്രകാശനം കായിക വഖഫ് റെയിൽവേ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ടീച്ചർ അധ്യക്ഷയായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സിനി KV, P സതീശൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ സവിത എന്നിവർ സംസാരിച്ചു. ഷബീർ കുൽക്കാട്ടിൽ സ്വാഗതവും JHI അജിത് ബാൽ നന്ദിയും പറഞ്ഞു. ഊർജ്ജ സംരക്ഷണ ദിന പോസ്റ്റർ മത്സരം സംഘടിപ്പിച്ചു. ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി ദേവദർ ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റർ ഡിസൈൻ മത്സരം സംഘടിപ്പിച്ചത്. 1ാം വർഷ സയൻസ് വിദ്യാർത്ഥി ഹിബ യാസ്മി 1ാം സ്ഥാനം നേടി. കുറ്റിപ്പുറം പഞ്ചായത്തിലെ KPS തങ്ങൾ റോഡ് നാടിന് സമർപ്പിച്ചു. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നവീകരിച്ചത്. കുറ്റിപ്പുറം പഞ്ചായത്ത് 14ാം വാർഡിൽ നവീകരണം പൂർത്തീകരിച്ച KPS തങ്ങൾ റോഡ് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA ഉദ്ഘാടനം ചെയ്തു. MLAയുടെ നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ 10 ലക്ഷം ഫണ്ട് അനുവദിച്ചാണ് കോൺക്രീറ്റ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. സൗകര്യത്തിന് പ്രയാസമില്ലാതെ വിഷമിക്കുകയല്ല ഒരവസ്ഥയുണ്ടായിരുന്നു. അത് പരിഹരിക്കണമെന്ന് പ്രദേശവാസികളുടെയും പഞ്ചായത്തിൻ്റെയും പഞ്ചായത്ത് മെമ്പർ അടക്കമുള്ള ആളുകളുടെയും തങ്ങളുടെയും ഒക്കെ നാട്ടുകാരുടെയും ഒക്കെ ആവശ്യപ്രകാരം അത് പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടിയാണ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 10 ലക്ഷം രൂപ അതിനനുവദിച്ചത്. അതിൻ്റെ പണി വളരെ ഭംഗിയായി കോൺട്രാക്ടർ ഈ നാട്ടുകാരുടെയൊക്കെ സഹായ സഹകരണത്തോടുകൂടി പൂർത്തീകരിച്ചിട്ടുണ്ട്. കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസീമ വേളാരി, ജില്ലാ പഞ്ചായത്ത് മെമ്പർ മൂർക്കത്ത ഹംസ മാസ്റ്റർ, സയ്യിദ് ലുക്മാൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ KE സഹീർ മാസ്റ്റർ, വാർഡ് മെമ്പർ KPS പൂക്കോയ തങ്ങൾ, തെക്കഞ്ചേരി മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹിതയും അമ്മയുമായാൽ കുഴിച്ചുമൂടാനുള്ളതല്ല സ്വപ്നങ്ങൾ. വിവാഹം കഴിഞ്ഞ് 25ാം വയസ്സിൽ ട്രാക്കിലേക്ക് തിരിച്ചെത്തി അത്ലറ്റിക് മീറ്റിൽ മിന്നും ജയം കരസ്ഥമാക്കിയാണ് നഫ്ല തൻ്റെ സ്വപ്നങ്ങൾക്ക് ചിറക് തുന്നുന്നത്. ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിലാണ് 2 മക്കളുടെ അമ്മയായ നഫ്ലയുടെ സ്വപ്ന നേട്ടം. വയസ്സുകാരൻ ഫൈസാനെയും 1 വയസ്സുകാരൻ ഇവാൻ മാലിക്കിനെയും ഏരമംഗലത്തെ വീട്ടിൽ മാതാപിതാക്കളെ ഏൽപ്പിച്ച് ജില്ലാ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ മത്സരിക്കാനെത്തിയ നഫ്ലയ്ക്ക് മിന്നുന്ന വിജയം. കഴിവ് തെളിയിച്ച കായിക താരങ്ങൾ വിവാഹശേഷം കുഞ്ഞുങ്ങളെയും നോക്കി വീട്ടമ്മയായി ഒതുങ്ങിക്കൂടേണ്ടവരല്ല എന്ന സന്ദേശമാണ് 2 കുഞ്ഞുങ്ങളുടെ അമ്മയായ നഫ്ല സമൂഹത്തിന് പകരുന്നത്.
അങ്ങനെ ഈ ഒരു 2 മക്കളൊക്കെ ആയി നിൽക്കുന്ന സമയമുള്ള ഒരു സ്പോർട്സിലേക്കുള്ള തിരിച്ചുവരവ് എന്താണ്? എനിക്ക് ചെറുപ്പം മുതൽ താല്പര്യം പോലീസിലായിരുന്നു. SI പോസ്റ്റ് ആയിരുന്നു താല്പര്യം. അപ്പോൾ പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് മുന്നേ അത് വിട്ടുപോയതാ. പിന്നെ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ ഉമ്മയും നല്ല സപ്പോർട്ടാണ്, എല്ലാവരും വീട്ടുകാരൊക്കെ സപ്പോർട്ടാണ്. അപ്പോൾ ഇതിനനുസരിച്ച് ഇറങ്ങിയത്. ഇപ്പോൾ ഇവിടെ ഇതിലേക്ക് കിട്ടി. ഇപ്പോൾ ഷോർട്ട് പുട്ടിൽ സെക്കൻഡും, അത് ജസ്റ്റ് 10 പോയിൻ്റാണ് നാഷണൽ പ്ലെയറിനായിട്ട് ഇതായിട്ടുള്ളത്. പിന്നെ ജാവലിംഗിൽ ഫസ്റ്റും കിട്ടി. ഇപ്പോൾ എങ്ങനെ ഒരു കായിക മേഖലയിലേക്ക് തിരിച്ചു വരുമ്പോൾ, അതായത് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന മനസ്സ് എങ്ങനെയായിരുന്നു? വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്? വീട്ടിൽ നിന്നൊക്കെ ഹസ്ബൻഡും കാര്യങ്ങളൊക്കെ സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പം മുതലേ ഇത് തന്നെ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ വലിയ ക്രൈസാണ്. വനിതാ വിഭാഗത്തിൽ മത്സരിച്ച നഫ്ല ജാവലിൻ ത്രോയിൽ സ്വർണവും ഷോട്ട് പുട്ടിൽ വെള്ളിയും നേടി. കടകശ്ശേരി ഐഡിയൽ സ്കൂളിന് വേണ്ടിയാണ് മത്സരിച്ചത്. SI റാങ്കിൽ പോലീസുകാരിയാകണം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാണ് ഹൈസ്കൂൾ പഠനകാലത്ത് അവസാനിപ്പിച്ച കായിക രംഗത്തേക്ക് 25-ാം വയസ്സിൽ തിരിച്ചെത്തിയത്. ഞാൻ പഠിച്ചത് ISSലായിരുന്നു, പൊന്നാനി. 10 വരെ അതവിടെ. പിന്നെ ലിറ്റിൽ ഫ്ലവർ കോളേജിൽ ഗുരുവായൂർ അവിടെ. ഡിഗ്രി ഏതാ ചെയ്തത്? ഡിഗ്രി BA എക്കണോമിക്സ്. അവിടെ കോളേജിൽ എന്തെങ്കിലും ഇനങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല. കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പിന്നെ ഇതിൽ ഇറങ്ങിയിട്ടുള്ളത്. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? ഇപ്പോൾ 4 വർഷമായി. ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ചേരാമെന്നുള്ളത് ആരുടെ ആഗ്രഹമാണ്? അല്ല, അത് എൻ്റെ ആഗ്രഹം തന്നെയാണ്, ചെറുപ്പം മുതലുള്ള ആഗ്രഹം. അത് അംബീഷൻ ഉണ്ടായിരുന്നു. അത് കൂടുതൽ കല്യാണം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കൂടുതൽ ഇതായിട്ടുള്ളത്. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണ്. ഇനി എങ്ങനെയും സ്പോർട്സ് മേഖലയിൽ വേറെ എന്തെങ്കിലും കഴിവുണ്ടോ? ഞാൻ വെയിറ്റ് ലിഫ്റ്റിങ്ങിലും ഉണ്ട്, പവർ ലിഫ്റ്റിങ്ങിലും ഉണ്ട്. സജീവൻ സാറാണ് കോച്ച്. സാറ് നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഈ ത്രോ ഇനങ്ങളിലൊക്കെ ആരാണ് കോച്ച് ചെയ്യുന്നത്? ഇപ്പോൾ ഷാഫി സാറാണ് കോച്ച് വരുന്നത്. ഭർത്താവും മുൻ ഹൈജമ്പ് താരവുമായ മാറഞ്ചേരി ചിറ്റാറയിൽ അബ്ദുൾ ഗഫൂറിന്റെ പ്രോത്സാഹനവും പിന്തുണയുമാണ് വീണ്ടും അത്ലറ്റിക്സിൽ സജീവമാകാൻ കാരണം. സജീവനാണ് നഫ്ലയുടെ കോച്ച്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുനിസിപ്പൽ സ്റ്റേഡിയം ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. സർക്കാരിന്റെ 10 കോടി ചിലവഴിക്കാൻ തയ്യാറായില്ലെങ്കിൽ തുക നഷ്ടമാകുമെന്നും കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. താനൂർ ചിറക്കൽ ഓട്ടോറിക്ഷ റോഡിലെ കൈവരിയിലിടിച്ചു. കുട്ടിയടക്കം 4 പേർക്ക് പരിക്ക്. ഓട്ടോയിലുണ്ടായിരുന്ന സ്ത്രീക്കും കുട്ടിക്കുമാണ് പരിക്കേറ്റത്. ലീഗും പള്ളികളും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് മന്ത്രി V അബ്ദുറഹ്മാൻ. ലീഗ് സമുദായത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും മറ്റു പാർട്ടികളും പള്ളികൾ രാഷ്ട്രീയം പറയാൻ ഉപയോഗിച്ചാൽ എന്താവുമെന്നും മന്ത്രി. കയ്യേറിയ ഭൂമിയുണ്ടെങ്കിൽ അത് തിരിച്ചേൽപ്പിച്ചിട്ട് മതി സമരമെന്നും ലീഗിനോട് മന്ത്രി അബ്ദുറഹ്മാൻ. ചെറിയമണ്ണം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 കൊമേഴ്സ് ബാച്ച് മാറ്റിയതിൽ പ്രതിഷേധം. MSF പ്രവർത്തകർ സ്കൂളിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിൽ 3377 പേർക്ക് കോവിഡ്. മലപ്പുറത്ത് 142 പേർക്ക് രോഗബാധ. ജില്ലയിൽ ആകെ വാക്സിനേഷന്റെ എണ്ണം 1,00,00,000 പിന്നിട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.